ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ തോതിലുള്ള സേനാ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ ആർമി ഇന്ത്യക്കകത്തേക്ക് കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അതിർത്തിയിൽ വിന്യസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയിലെ നോറിൻകോ എന്ന കമ്പനി നിർമ്മിച്ച PCL-181 ഹോവിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ വലിയ പീരങ്കികൾ എന്ന് പറയാം, ആർട്ടിലറിയാണ്. അതായത് ലക്ഷ്യത്തിന് മുകളിലൂടെ ചെരിഞ്ഞ് പറക്കാൻ, ഒരു ഓവൽ ഷേപ്പിൽ പറക്കാൻ കഴിയുന്ന തരത്തിൽ ഷെല്ലുകൾ അയക്കാൻ കഴിയുന്ന പീരങ്കികളാണ് ഹോവിസ്റ്ററുകൾ. മലകൾക്ക് പിന്നിലും കെട്ടിടങ്ങൾക്ക് പിന്നിലുമൊക്കെയുള്ള ടാർഗറ്റുകൾ ഭേദിക്കാൻ കഴിയും. അതാണ് ഹോവിസ്റ്ററുകളുടെ പ്രത്യേകത. ചൈനയിൽ നിർമ്മിച്ച 250 SH-15 ഹോവിസ്റ്ററുകൾ ചൈന നമ്മുടെ അതിർത്തിയോട് ചേർത്ത് വിന്യസിച്ചിരിക്കുന്നു. ചൈനീസ് നിർമ്മിതമായ SH-15 എന്ന് പറയുന്ന ഈ സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററുകളുടെ പ്രത്യേകത 72 കിലോമീറ്റർ വരെ ദൂരെ ഈ ഷെല്ലുകൾ വന്ന് പതിക്കും. എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നിന്ന് 72 കിലോമീറ്ററിന് ഉള്ളിലുള്ള ആളുകളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും ആക്രമണം നടന്നാൽ. മിസൈൽ അയക്കുന്ന പോലെയല്ല, പീരങ്കിയിൽ നിന്നുള്ള വെടിയാണ്. വലിയ ഷെല്ലുകൾ വന്ന് വീണാൽ വലിയ നാശനഷ്ടമുണ്ടാകും. അപ്പോൾ വല്ലാത്ത ഒരു സാഹചര്യം പെട്ടെന്ന് എന്തുകൊണ്ടാണ് അതിർത്തിയിൽ ഉണ്ടാകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി POKയിൽ, പാക് അധിനിവേശ കാശ്മീരിൽ വലിയ കലാപം നടക്കുകയാണ്. 27-ാം തീയതി അവിടെ പ്രാദേശിക തെരഞ്ഞെടുപ്പായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്ന കലാപങ്ങളിൽ ഏതാണ്ട് 100ഓളം പേർ കൊല്ലപ്പെട്ടു. പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കലാപങ്ങളിൽ 50ഓളം ആളുകൾ പിന്നെയും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ വലിയ തോതിൽ സംഘർഷം POKയിൽ നടക്കുന്നു. ബലൂജ് മേഖലയിലും പഷ്തൂൺക മേഖലയിലും ഒക്കെ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ 3 മേഖലകളിലെങ്കിലും കുറഞ്ഞത് വലിയ ആഭ്യന്തര സംഘർഷം നടക്കുമ്പോൾ അവർക്ക് മറ്റൊരു യുദ്ധമുഖം തുറക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ അതിർത്തിയിൽ വലിയ തോതിലുള്ള സേനാ വിന്യാസം, അതും ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ, പീരങ്കികൾ ഉപയോഗിച്ചുള്ള സേനാ നീക്കം നടക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റോക്കറ്റ് അസിസ്റ്റഡ് VLAP പ്രൊജക്ടൽസ് ഉപയോഗിച്ച് 72 കിലോമീറ്റർ വരെ ദൂരത്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ പുതിയ സേനാ നീക്കത്തിലൂടെ എന്ന് വിലയിരുത്തപ്പെടുന്നു. മിനിറ്റിൽ 6 റൗണ്ട് വരെ ഫയർ ചെയ്യാൻ കഴിയുന്നതാണ് SH-15 എന്ന് പറയുന്ന ഈ ഹോവിസ്റ്ററുകൾ. അതുകൊണ്ട് അത് മാത്രമല്ല, ഇത് ട്രക്കിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഒരു ഫയർ ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രക്ക് നീക്കാം. അതുകൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്ക് വന്നാൽ, തിരിച്ചടി വന്നാൽ ലക്ഷ്യം കാണാൻ കഴിയില്ല, അങ്ങനെ രക്ഷപ്പെടുത്താം. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് ഹോവിസ്റ്ററുകൾക്ക് പൊതുവിലുള്ളത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. പക്ഷേ വളരെ പ്രത്യക്ഷമായി ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ മാത്രം വിന്യസിച്ച് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത്? നമ്മുടെ അതിർത്തിയിൽ, പാകിസ്ഥാൻ്റെ കിഴക്കൻ അതിർത്തിയിൽ വടക്ക് മുതൽ തെക്ക് വരെയാണ് ഇങ്ങനെ 250 സെൽഫ് പ്രൊപ്പൽഡ് ഹോവിസ്റ്ററുകൾ ഇപ്പോൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും അതിർത്തിയിൽ കുറേ കാലമായി ഉണ്ടായിരുന്ന സമാധാനത്തിന് ഭംഗമുണ്ടാകാവുന്ന തരത്തിലുള്ള നീക്കമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നമ്മുടെ ശത്രു രാജ്യമായ ചൈനയുടെ ആയുധങ്ങൾ കൊണ്ട് വിന്യസിച്ച് നമ്മളെ വിരട്ടാനുള്ള നീക്കമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രഹരത്തിൽ നിന്ന് ഇനിയും പഴയ തരത്തിൽ ആയിട്ടില്ലാത്ത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹസത്തിന് എന്തുകൊണ്ട് മുതിരുന്നു എന്നുള്ള ചോദ്യം ഉയരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കുൽഗാമിലുണ്ടായ ആക്രമണത്തെ നമ്മൾ ഓർമ്മിക്കേണ്ടത്. കുൽഗാമിൽ സംഭവിച്ചത് പഹൽഗാം ആക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്ന TRF തന്നെയാണ് കുൽഗാമിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിൽ കടന്നു കയറി ഒരു ഇഷ്ടിക നിർമ്മാണ ശാലയിൽ കടന്നു കയറി ഇഷ്ടികച്ചുളയിൽ പണിയെടുക്കുകയായിരുന്ന തൊഴിലാളികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഓരോരുത്തരുടെ പേര് ചോദിച്ച് 2 പേരുടെ പേരുകൾ ഹിന്ദു പേരുകളാണ് എന്ന് അറിഞ്ഞ് അവരെ വെടിവെച്ച് കൊന്നത്. അപ്പോൾ പഹൽഗാമിൽ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് കുൽഗാമിൽ നടന്നത്. പേരുകളുടെ സാദൃശ്യം പോലെ തന്നെ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലും സാദൃശ്യമുണ്ട്. കാഫറുകളെ കൊല്ലുക എന്നതായിരുന്നു ലക്ഷ്യം. രണ്ടിടത്തും ആക്രമണം നടത്തിയത് ലഷ്കറിൻ്റെ പോഷക സംഘടനയായ TRF തന്നെയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തി, TRF കൊലപ്പെടുത്തി, മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരംഭിച്ചത്. നമ്മൾ വലിയ തിരിച്ചടി കൊടുത്തു, പാകിസ്ഥാൻ തവിടുപൊടിയായി. അതിനുശേഷം വീണ്ടും
TRFിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നീക്കമുണ്ടായി. പഹൽഗാം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞത്, ഇനിയൊരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ, അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി തന്നെ കണക്കാക്കും എന്നുള്ള നമ്മുടെ ഒരു മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, നമ്മൾ ഹാൾട്ട് ചെയ്തിട്ടുള്ളൂ, ഓങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ബാക്കി എപ്പോൾ വേണമെങ്കിലും അടി ബാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുൽഗാം ആക്രമണം നടന്നത് ഇന്ത്യയെ വീണ്ടും പ്രകോപിപ്പിക്കുമോ, ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വലിയ തോതിലുള്ള സേനാ വിന്യാസം, അതും കൂറ്റൻ 72 കിലോമീറ്ററോളം ഇന്ത്യക്ക് അകത്തേക്ക് ഷെൽ വർഷിക്കാൻ കഴിയുന്ന ഹോവിസ്റ്ററുകളെ വിന്യസിച്ചുകൊണ്ടുള്ള സേനാ നീക്കം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നമ്മുടെ സൈന്യം ഇത് കാണുന്നുണ്ട്, കൃത്യമായി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻ്റൽ ലഭിക്കുന്നുണ്ട്, നമ്മൾ കൃത്യമായി സജ്ജരാണ്. നമ്മുടെ സേനയും അതിർത്തിയിൽ ഇതിന് തക്ക മറുപടി കൊടുക്കാൻ പറ്റുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ നമുക്കുണ്ട്, അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കിതിനെ മറികടക്കാൻ ഇന്ത്യക്ക് K9 വജ്ര, ദക്ഷിണ കൊറിയൻ ടെക്നോളജി കൊണ്ട് പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ അല്ലാൻഡെ നിർമ്മിക്കുന്ന നമ്മുടെ ഹോവിസ്റ്ററുകളുണ്ട്. 155 mm ഷൂട്ട് ആൻഡ് സ്കൂട്ട്, ഇതുപോലെ തന്നെ ട്രക്കിൽ 6x6 ഡ്രൈവുള്ള ട്രക്കിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതാണ് നമ്മുടെ K9 വജ്ര എന്ന് പറയുന്ന നമ്മുടെ ഹോവിസ്റ്ററുകൾ. അത് 40-50 കിലോമീറ്റർ റേഞ്ചുള്ളതാണ്. 100 യൂണിറ്റ് അതിർത്തിയിൽ നമ്മളിപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ATAGS, ആർമഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, 48 കിലോമീറ്റർ റേഞ്ചുള്ള ഇതിൻ്റെ 307 യൂണിറ്റുകൾ നമ്മുടെ പക്കലുണ്ട്. അത് ഇപ്പോൾ അതിർത്തിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പക്കലുള്ള ധനുഷ്, ഇന്ത്യൻ നിർമ്മിത 155 155 mm നമ്മുടെ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഹോവിസ്റ്ററുകളുണ്ട്. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, അത് 60 മുതൽ 120 കിലോമീറ്റർ വരെയാണ് നമ്മുടെ പിനാക്കയുടെ ശേഷി. അത് വിജയകരമായി നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. നിരവധി റെജിമെൻറ്റുകൾ അതിർത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്, അതിർത്തിയിലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ സേനയുടെ ഭാഗത്തുനിന്നും പുതിയ റെജിമെൻറ്റുകളെ കൂടി നമ്മൾ വിന്യസിച്ചിരിക്കുന്നു ഇന്നലെ തന്നെ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുകൂടാതെ നമ്മുടെ പക്കൽ സ്വാതി എന്ന പേരിൽ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ നമുക്കുണ്ട്. ഇതിൻ്റെ ഡസൻ കണക്കിന് നമ്മൾ അതിർത്തിയിൽ വിന്യസിച്ചു. ഈ സ്വാതിയുടെ പ്രയോജനം ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് കാറ്റഗറിയിൽപ്പെടുന്നതാണല്ലോ SH-15 എന്ന് പറയുന്ന ഇവരിപ്പോൾ വിന്യസിച്ചിരിക്കുന്ന 250 ഹോവിസ്റ്ററുകൾ. ഇവർ ഫയർ ചെയ്തിട്ട് ഇത് മാറിപ്പോയാലും കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നതാണ് നമ്മുടെ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ സിസ്റ്റം. ഇത് അടിയന്തരമായി വിന്യസിച്ചിരിക്കുന്നു. അതുകൂടാതെ M777 അൾട്രാ ലൈറ്റ് ഹോവിസ്റ്ററുകളും, പഴയ രാജീവ് ഗാന്ധിയുടെ കാലത്ത് വലിയ വിവാദമുണ്ടാക്കിയ, നമ്മുടെ കാർഗിൽ യുദ്ധം നമ്മളെ ജയിപ്പിച്ചു തന്ന പഴയ ബൊഫോഴ്സിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകളും അതിർത്തിയിലുണ്ട്. കൂടുതൽ നമ്മൾ സജ്ജമാക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതൊക്കെ നാഷണൽ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഇത് വരില്ല. ഏതായാലും അതിർത്തിയിൽ അസാധാരണമാം വിധം ചൈനീസ് ഉപകരണങ്ങളുമായി പാകിസ്ഥാൻ എന്തോ ഒരു സാഹസത്തിന് മുതിരുകയാണോ എന്ന് സംശയിക്കുമാറുള്ള നീക്കങ്ങൾ നടത്തുന്നു. നമ്മളതിനെ പ്രതിരോധിക്കാൻ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരുക്കുന്നു എന്നുള്ള വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അതീവ പ്രധാനമാണ്. നമ്മുടെ സൈന്യം ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് ആളുകൾ അറിയേണ്ടതുണ്ട്. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സേന ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യങ്ങളിലൊന്നാണ്. നമ്മുടെ ഭടന്മാരുടെ ആത്മവിശ്വാസവും ധീരതയും ആക്രമണ രീതിയെയും മറികടക്കാൻ ലോകത്തിലെ തന്നെ മികച്ചതെന്ന് പറയുന്ന മറ്റ് സൈന്യങ്ങൾക്കൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവരൊക്കെ യുദ്ധം കമ്പ്യൂട്ടർ ഗെയിമിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ യുദ്ധം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, റിയൽ ലൈഫിൽ യുദ്ധം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്ത്യൻ പട്ടാളത്തെ തോൽപ്പിക്കാൻ ചൈനക്കാർക്ക് കഴിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ചൈന എന്ന് പറയുന്ന രാജ്യം ആരോടും യുദ്ധം ചെയ്യുന്നില്ല. ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ വിരുദ്ധരോട് നിരന്തരം യുദ്ധത്തിലാണ്, അതിർത്തിയിൽ യുദ്ധത്തിലാണ്, മാവോയിസ്റ്റുകളുമായിട്ട് യുദ്ധമാണ്, കാശ്മീരിലെ ഭീകരന്മാരുമായിട്ട് യുദ്ധത്തിലാണ്. അങ്ങനെ യുദ്ധം എന്ന് പറയുന്നത് നമുക്കൊരു മോക്ക് ഡ്രില്ലല്ല ഇന്ത്യൻ പട്ടാളത്തിന്, അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. വാർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു യുദ്ധവിജയത്തിന് അനിവാര്യമായ ഘടകമാണ്. അത് ഏറ്റവും കൂടുതലുള്ള ഒരു സൈന്യം ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമിയുടെ അതിശക്തമായ പ്രതിരോധത്തെ ഭേദിക്കാൻ പാകിസ്ഥാൻ ഉണ്ടാക്കിയ, ചൈനയിൽ നിർമ്മിച്ച ഒരു ഉപകരണത്തിനും കഴിയില്ല എന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ തെളിയിച്ചതാണ്. അവരുടെ ഏറ്റവും വലിയ
വ്യോമ പ്രതിരോധ സന്നാഹം എന്നൊക്കെ പറയുന്ന HQ-9 അടിച്ച് തകർത്ത് നമ്മൾ പപ്പടമാക്കി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്. അതുകൊണ്ട് ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാൻ്റെ ഒരു പിപ്പലാട്ടം എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോട്ടെ എന്ന് നമുക്ക് പറയാം. ഏതായാലും ഇന്ത്യൻ പട്ടാളത്തിന് ഒരവസരം കൊടുത്താൽ പാകിസ്ഥാൻ ഒരുപക്ഷെ ഭൂപടത്തിലില്ലാത്ത ഒരു കാലം അനധിവിദൂരമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ശേഷി എന്താണെന്നറിയാം, നമ്മുടെ സൈന്യത്തിൻ്റെ കരുത്ത് എന്താണെന്നറിയാം. അതിർത്തി കാക്കുന്ന ധീരജവാന്മാർക്ക് ഒരു സല്യൂട്ട് കൊടുത്ത് അതിർത്തിയിലെ ഈ പുതിയ സംഭവവികാസത്തെക്കുറിച്ചുള്ള വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.